ഞാനില്ലേ ഈ ഒരു ഐറ്റം മുന്നേ ചെയ്തിട്ടുള്ള ഒരു കമന്റ് ബോക്സിൽ കുറേ പേര് ഒരേപോലെ കമന്റ് ചെയ്തേക്കണം കണ്ട് ഇത് പണക്കാർക്കേ പറ്റൂന്നൊക്കെ. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നേ. ആദ്യം പുട്ടുപൊടി എടുക്കുക. ഞാനൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ആക്കിയിട്ട് 1 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് അടച്ചു വെക്കാം. പുട്ടുപൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് കൈവച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് തേങ്ങാ ചിരവിയതും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും. അപ്പോൾ ഇതിന് പകരമായിട്ട് പാലൊഴിച്ച് പുട്ട് നനച്ചാൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ആവിയേറ്റി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഒരു ചിരട്ടപ്പുട്ട് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടാണ് ആവിയേറ്റി എടുക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കാം. പുട്ടുകുറ്റിയിലോ ഇഡ്ഡലി ചെമ്പിലോ. ഇതില്ലേ വെറുതെ ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കറി ഒന്നും വേണ്ട ഇതിലേക്ക്. ഇനി ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.